ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ UDF ഉണ്ടാതിരുന്നൂടായിരുന്നോ? സ്വാഭാവികമാണല്ലോ. അൻവറിന് പോയി പഠിക്കട്ടെ, ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർക്ക് സംസാരിച്ചൊഴിയാമായിരുന്നു. അവരെ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ ഭീകരനാക്കി രാത്രി പാതിരാക്ക് പോലീസ് തൂക്കിക്കൊണ്ടു പോകുമ്പോൾ അതിന് മാനുഷികമായിട്ടും രാഷ്ട്രീയമായിട്ടും തന്നെയാണ് അവർ പ്രതികരിച്ചത്. അതുകൊണ്ട് ഇപ്പൊ പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലയോടായാലും സുധാകരനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ മനുഷ്യരോട് നന്ദികേട് കാണിക്കുന്ന ആളല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. ആ ആത്മാർത്ഥമായി നിന്നതിന്റെ പേരിലാണല്ലോ ഇപ്പൊ പുറത്തേക്ക് വരേണ്ടി വന്ന LDF നിന്ന്. ഞാൻ അന്നും ജനങ്ങളോടൊപ്പമാണ് നിന്നത്. ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തായത്. അതുകൊണ്ട് ഇപ്പൊ ഈ UDF ലീഡർഷിപ്പ് എന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മരിച്ചു നിൽക്കുന്നു. അതിനെന്താ തർക്കം? നേരത്തെ നിയമസഭയിൽ തീരുമാനമെടുത്തു, അത് സ്പീക്കറെ അറിയിച്ചിരുന്നു, ഒറ്റയ്ക്കൊരു ഇല്ല. ഞാൻ അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തായാലും UDF-നോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDF-ന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എനിക്കല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ LDF ഇറങ്ങി വരണോ? നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം മോശപ്പെടാത്ത നല്ലൊരു പൊസിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെന്നുള്ളത്. മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഉള്ള എൻ്റെ ബന്ധങ്ങളൊക്കെ എല്ലാവരും ഇതെല്ലാം ഇട്ടെറിഞ്ഞു വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടെ നിന്നാൽ പോരെ. ഞാനിപ്പോ ഈ പോരാട്ടം നടത്തുന്ന ഈ ആദിവാസികൾക്ക്, ഈ മലയോര കർഷകർക്ക് വേണ്ടിയാണ്. അവിടെ എൻ്റെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഈ പണിയെടുക്കണ്ടല്ലോ. അതുകൊണ്ട് എന്നെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കണ്ട. അത് UDF ലീഡർഷിപ്പാണ്. എൻ്റെ സാഹചര്യം, എൻ്റെ സാന്നിധ്യം, എൻ്റെ ഇടപെടൽ UDF-ന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട UDF ആണ്. ഒറ്റ മനുഷ്യൻ ഞാൻ അത് പറഞ്ഞു. ഇതിലിപ്പോ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ആന്റി CPM മൈൻഡുള്ള, ആന്റി LDF മൈൻഡുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എന്താ പറയാ, ആശങ്കയിലാണ്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് PC ജോർജിന്റെ പാർട്ടിന്റെ കാര്യമാണ്. അപ്പം UDF-ഉം കൂടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വഴിയാധാരാകുമോ? മനുഷ്യന്റെ സ്വയമായിട്ടുള്ള എന്താ പറയാ ഒരു എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുമോ എന്ന് തോന്നുന്ന ആളുകളാണ് പലരും ഭയപ്പെട്ടിട്ട് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അറസ്റ്റ് ഉണ്ടാ, ഈ അറസ്റ്റിന്റെ മാഷിന് മനസ്സിലാക്കണ്ട. ഞാൻ 4 ദിവസം മുമ്പാണ് CPM-ലെ ചില നേതാക്കന്മാര്, ചില MLA-മാര്, ചില മുൻ MLA-മാര് ഈ എന്താ പറയാ മുന്നേറ്റത്തോടൊപ്പം വരാൻ സാധ്യതയുണ്ട് നിങ്ങളോട് പറയുന്നത്. അവിടെയാണ് അറസ്റ്റ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ തൂക്കി ഉള്ളിലാക്കി വേറെ കേസും കൂടി ചാമ്പിയിട്ട് അങ്ങോട്ട് എന്താ പറയാ സൈസാക്കാം എന്ന P ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കണക്കൂട്ടൽ കൂടിയാണ് എന്ത് പറയുന്നത് ഈ അറസ്റ്റ്. ചോദിച്ച ചോദ്യം, അപ്പൊ ഇവരൊക്കെ ഒരു ചെറിയ ആശങ്കയില. ഞാൻ UDF-ന്റെ ഔദ്യോഗിക ഭാഗമാകുന്നതോട് കൂടി നിങ്ങൾ എഴുതി വെച്ച കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ആ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. ഈ UDF-ന്റെ ശക്തി പകരാൻ അപ്പുറത്തുനിന്ന് ആള് വരണല്ലോ. ആ അപ്പുറത്തുനിന്ന് വരാൻ നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സിൽ വലിയ ആശങ്കയാണ്. കാരണം കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇത്ര വലിയ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടും UDF നേതൃത്വത്തിൽ നിന്ന് അനുഭാവപൂർവമായ ഒരു UDF-ന്റെ പ്രവേശനത്തിനുള്ള വഴി തുറക്കാതെ കാണുമ്പം വന്ന ആളുകൾ തന്നെ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്.